സമയം പുലർച്ചെ 5:30 കഴിഞ്ഞു. നമ്മുടെ ചെക്കന് വയറ് നിറയെ പെട്രോൾ അടിച്ച് പെട്ടിയും പാക്ക് ചെയ്ത് ഞങ്ങൾ നാട് വിടാൻ തീരുമാനിച്ചു. അതെ, വേറെ എവിടേക്കുമല്ല, കേരളത്തിൽ നിന്ന് 300 കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള നമ്മുടെ സ്വന്തം മൈസൂർ. പിന്നെ വണ്ടിയെടുത്ത് ഒറ്റവിടൽ നമ്മുടെ പാലക്കാടും കഴിഞ്ഞു, നേരെ കോയമ്പത്തൂരും കഴിഞ്ഞു. സമയം 7 മണി കഴിഞ്ഞു. ചെറിയൊരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ച് ചെക്കനെ സൈഡാക്കി സൈഡിലുള്ളൊരു കടയിൽ കയറി. അങ്ങനെ രണ്ടാൾ ഓരോ കോഫിയും ഓരോ ഉഴുന്നോടിയും കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. ബേക്കറിയുടെ സൈഡിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കിൽ ഊഞ്ഞാൽ കണ്ടപ്പോൾ പാവയ്ക്കൊരാഗ്രഹം ഇരുന്ന് ആടാൻ. അപ്പോൾ പിന്നെ ഞാനും വിട്ടുകൊടുത്തില്ല, ഞാനും കുറച്ച് നേരം നിന്ന് ആടി. നമ്മുടെ നാട്ടിൽ മഴയായതുകൊണ്ട് വാവ കോട്ടിട്ട് വന്ന് കോട്ടെല്ലാം മടക്കി വെച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. സത്യമംഗലം കാടിനകത്തോടുള്ള യാത്ര അത് വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ്. നാട്ടിലെ പോലെ കുണ്ടും കുഴിയും പാച്ച് വർക്കൊന്നും ഇവിടെയുള്ള ഈ റോഡിൽ കണ്ടില്ല. അതുകൊണ്ട് വണ്ടി ഓടിക്കാൻ നമുക്കൊരു ക്ഷീണവും തോന്നില്ല. 27 ഹെയർ പിൻ ബെൻഡുകളാണ് സത്യമംഗലം ടു മൈസൂർ റോഡിലുള്ളത്. അങ്ങനെ കുറേ ദൂരം കഴിഞ്ഞ് തമിഴ്നാട് കർണാടക ബോർഡറെത്തിയപ്പോഴേ നമ്മുടെ നാട്ടിലോട്ടുള്ള കരിമ്പ് കയറ്റി നിൽക്കുന്ന ലോറികളാണ് ഈ നിൽക്കുന്നത്. വീണ്ടും കുറേ ദൂരം യാത്ര ചെയ്തു. പിന്നെ കുറച്ച് ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തു. കയ്യിലുള്ള സ്നാക്സൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ നിന്നു. വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറേ ദൂരം പോയി. അപ്പോഴാണ് വാവയ്ക്കൊരാഗ്രഹം, അവൾക്ക് വണ്ടി ഓടിക്കാനെന്ന്. കൊച്ചുങ്ങളൊരാഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കുക എന്നുള്ളതല്ലേ നമ്മുടെ കടമ. അപ്പം ഞാനും വിചാരിച്ചു ആയിക്കോട്ടെ, എനിക്കും കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അവളോട് വണ്ടി കൊടുത്തു. കുറച്ച് നേരം ഞാൻ വീഡിയോ എടുത്തു. ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോഴേക്കും നമ്മൾ മൈസൂർ എത്തിയിട്ടാണ്. മൈസൂരിൽ ആദ്യം കാണാൻ പോകുന്നത് നമ്മൾ പാലസിലാണ്. പാലസിലെ പാർക്കിംഗ് ആണ് ഈ കാണുന്നത് കേട്ടോ. ഈ കാണുന്നതാണ് പാലസിൻ്റെ എൻട്രൻസിൽ തന്നെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റ് എടുക്കാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. ഒരാൾക്ക് 120 രൂപ വെച്ച് 240 രൂപയായി രണ്ടാൾക്കും കൂടെ ടിക്കറ്റ്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. പുറമേ നിന്ന് നോക്കാൻ തന്നെ പാലസ് അടിപൊളിയാണ്. നമ്മുടെ നാട്ടിൽ ഓണ വെക്കേഷൻ ആയതുകൊണ്ട് കൂടുതലും മലയാളികളായിരുന്നു കേട്ടോ അവിടെ കണ്ടത്. അങ്ങനെ കറങ്ങിയടിച്ച് അകത്തോട്ട് കയറാനാണ് ഈ നടക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, നല്ല വെയിൽ. പാലസിനകത്തോട്ട് ചെരുപ്പുകളൊന്നും അലോഡല്ല കേട്ടോ. അതുകൊണ്ട് ഈ കാണുന്ന സ്ഥലത്ത് കൊടുത്തിട്ട് വേണം നമുക്ക് അകത്തോട്ട് കയറി പോകാനായിട്ട്. അങ്ങനെ അകത്ത് കയറി കുറേ എല്ലാം ചുറ്റി കണ്ടു. ഇതേ ഈ കാണുന്നതെല്ലാം പണ്ടത്തെ ഓരോ വർക്കുകളാണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. അകത്ത് മുഴുവൻ കാണിക്കാനാണ് ഈ വീഡിയോ പോരാ. അങ്ങനെ അകത്തു നിന്ന് പുറത്തോട്ട് ഇറങ്ങി. ഇനി നമുക്ക് അടുത്ത പ്ലേസിലോട്ട് പോവാം. അങ്ങനെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയത് വേറെ എവിടെയല്ല, മൈസൂരിൽ തന്നെ ഏറ്റവും വലിയ സൂവിനകത്താണ്. ഏകദേശം 3 കിലോമീറ്ററോളമാണ് ഈ സൂ ചുറ്റി കാണാനുള്ളത്. അകത്ത് കയറി ആദ്യം കാണാനുള്ളത് പക്ഷികളുടെ ഒരു ലോകം തന്നെയാണ്. തത്ത, പ്രാവ്, പഞ്ചവർണ്ണക്കിളി പോലുള്ള പലതരത്തിലുള്ള സാധനങ്ങളും ഇതിനകത്തുണ്ട്. ഞങ്ങളങ്ങനെ നടന്ന് കുറേ ദൂരം നടന്നു. നടക്കാമെന്ന് വെച്ചാൽ 3 കിലോമീറ്റർ നടക്കണം. പുലി, സിംഹം, ആഫ്രിക്കൻ ആന, ചിമ്പാൻസി, കാണ്ടാമൃഗം ഇതുപോലുള്ള സകലമാന മൃഗങ്ങളും ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ചാമുണ്ടേശ്വരി ഹിൽസിലെ വ്യൂ പോയിന്റിലാണ് കേട്ടോ. മൈസൂർ ടൗണിൽ നിന്നും വെറും 8 കിലോമീറ്റർ ദൂരം മാത്രമാണ് കേട്ടോ ചാമുണ്ടി ഹിൽസിലോട്ടുള്ളത്. ചാമുണ്ടി ഹിൽസിലെ വ്യൂ കാണാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് മോർണിംഗിലോ അല്ലെങ്കിൽ ഈവനിങ്ങിലോ ആണ്. കാരണം ഈവനിങ്ങൊക്കെ ആകുമ്പോൾ നല്ല സൂര്യാസ്തമനവും, മോർണിംഗിലാണെങ്കിൽ സൂര്യോദയം കാണാൻ ഇവിടുന്ന് കഴിയും. ഈ കാണുന്നതാണ് ചാമുണ്ടേശ്വരി ക്ഷേത്രം. ചാമുണ്ഡി ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കയറിയില്ല. പുറത്തുള്ള കാഴ്ചകൾ കണ്ടു നിൽക്കുമ്പോഴാണ് ഇന്നാണ് ഇവിടുത്തെ വിനായക ചതുർത്ഥി ആഘോഷം. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരെ റൂമിലോട്ട് പോയി. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് മൈസൂരോട് ബൈ ബൈ പറഞ്ഞു. ഇനി നേരെ പോകുന്നത് ഊട്ടിയിലോട്ടാണ്. ഊട്ടിയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, സി യു.